എൻ്റെ പേര് വത്സമ്മ. ഞാൻ ചെടുക്കളം ഇടവക അംഗമാണ്. എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തതിൽ വളരെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ. ഈ ആഴ്ചയിലുള്ള എല്ലാ വ്യാഴാഴ്ചയിലുള്ള ധ്യാനത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ 2 മക്കളും പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, ഈശോയുടെ സമാധാനം ഞങ്ങളിൽ നിറയുന്നു എന്ന് നിങ്ങൾ പരസ്പരം തോളോട് തോള് മുഖാമുഖം തോളോട് തോളി കൈവച്ച് 101 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയും കൂടാതെ ആവിലായിലെ അമ്മ തെരേസയുടെ തിരുനാളിൽ പങ്കെടുത്ത് ഉരുൾ നേർച്ച നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി നവംബർ മാസത്തിൽ എൻ്റെ മോള് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. ആ മാസം തന്നെ അവർ 2 പേരും ലീവിന് നാട്ടിൽ വന്നു. അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് തിരിച്ചുപോയി. ഈ സങ്കീർത്തനം പറയുന്നത് പോലെ മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരഫലം ഒരു സമ്മാനവുമാണ്. അതുപോലെ നമ്മുടെ റാബ്സനച്ചൻ പറയാറില്ലേ, ശക്തമായി നമ്മൾ അതരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കത്ത് ഒരു കുഞ്ഞിനെ ഈശോ തരും. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാബ്സനച്ചനും 1 കോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് പറയാം. പ്രിയപ്പെട്ടവരെ, 3 വർഷമായി വിവാഹം കഴിഞ്ഞ് 3 വർഷമായ ദമ്പതികൾക്ക് കർത്താവ് ഇവര് 2024 നിയോഗമായിരുന്നു സന്താന സൗഭാഗ്യം എന്നുള്ളത്. 2023 ഉരുൾ നേർച്ച കഴിഞ്ഞപ്പോൾ ആ നിയോഗം നമ്മൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവര് നേർന്ന് പ്രാർത്ഥിക്കുകയും ഉരുൾ നേർച്ചയിലൊക്കെ പങ്കെടുത്ത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ 2024 ജൂലൈ 13 കർമ്മല മാതാവിന്റെ തിരുനാളിന് മുമ്പ് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഉറക്കെ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലം